ഖനന അഴിമതി കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. ഭരണകക്ഷിയിലെ എല്ലാ എംഎൽഎമാരോടും റാഞ്ചിയിൽ തുടരാൻ നിർദ്ദേശം. റാഞ്ചിയിലെ ഹേമന്ത് സോറന്റെ വസതിയിലും ഇഡി ഓഫീസ്, രാജ്ഭവൻ പരിസരത്തും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സോറന്റെ ആഡംബര കാറുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. നിയമസഭാ സമ്മേളനം ചേരാനിരിക്കുകയാണെന്ന് കാണിച്ച് ഹേമന്ത് സോറൻ ഇഡിക്ക് കത്തയച്ചിരുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് ആർ അച്യുതനാണ്. അച്യുതൻ, ഹേമന്ത് സോറൻ ഇപ്പോഴും ഒളിവിലാണ്. പക്ഷേ ഇഡി നടക്കുന്നത് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കമാണ്. മുഖ്യമന്ത്രിയെ ഈ ഒരു നിയമസഭാ സമ്മേളനത്തിന് മുൻപ് അറസ്റ്റ് ചെയ്യുന്ന ഒരു അപൂർവമായ സാഹചര്യത്തിലേക്ക് പോവുകയാണോ അവിടെ? കൃഷ്ണ, തീർച്ചയായിട്ടും ഇ ഡിയുടെ നീക്കങ്ങൾ അത്തരമൊരു ഇതിലാണ് ഇപ്പോൾ പൊതുവെ ജെഎംഎം പാർട്ടി വിലയിരുത്തുന്നത്. കാരണം ഡൽഹിയിലെത്തിയ ഹേമന്ത് സോറിന് പിന്നാലെയാണ് ഇ ഡി സംഘം എത്തിയത്. പക്ഷെ അദ്ദേഹത്തെ കാണുവാൻ സാധിച്ചില്ല. അതിനുശേഷം ഇന്നലെ റാഞ്ചിയിലെ വസതിയിലും ഇ ഡി സംഘം എത്തിയിരുന്നു. അവിടെ റാഞ്ചിയിലെ വസതിയിലും അദ്ദേഹം ഉണ്ടായിരുന്നില്ല. ഡൽഹിയിലെ വസതിയിൽ നിന്ന് ഏതാണ്ട് 36 ലക്ഷം രൂപ കണ്ടെടുത്തതായാണ് ഇപ്പോൾ ഇ ഡി അറിയിച്ചിരിക്കുന്നത്. 2 BMW കാറുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും അറസ്റ്റിലേക്ക് കടക്കാനുള്ള നീക്കമാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള വിലയിരുത്തലാണ് പാർട്ടി നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭരണകക്ഷിയിലെ എല്ലാ എംഎൽഎമാരോടും ഈ റാഞ്ചിയിൽ തന്നെ തുടരുവാനുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹേമന്ത് സോറൻ ഇഡിക്ക് ഒരു കത്തയച്ചിരുന്നു. ആ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ഈ ജാർഖണ്ഡിലെ ഫെബ്രുവരി 2-നാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത്. 31-ന് ചോദ്യം ചെയ്യാനുള്ള ഇ ഡിയുടെ സമൻസ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ഖനന അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യാൻ ഇഡി നീക്കം. വിവരങ്ങൾ നൽകുകയായിരുന്നു ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന്.